രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പതിവ് പല്ലവിയുണ്ട്. പരാതിയില്ലല്ലോ. ഇതാണ് കോൺഗ്രസ് നേതാക്കളായ സണ്ണി ജോസഫ്, കെ.സി. വേണുഗോപാൽ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ശ്രീകണ്ഠൻ MP, പാലക്കാട് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഒരു പരാതിയും അദ്ദേഹത്തിനെതിരെ ഇല്ലല്ലോ. അദ്ദേഹം UDFന്റെ MLA ആണ്, പാലക്കാട് MLA ആണ്, സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉണ്ടാകും എന്ന്. എന്നാൽ ഇപ്പോഴിതാ പരാതി വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാറ്? ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ കുറേ കാലമായി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ആരോട്? മാധ്യമങ്ങളോട്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പതിവ് പല്ലവി. എന്നാൽ പരാതി നൽകാൻ പെൺകുട്ടി തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകും, തെളിവുകളും കൈമാറും. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാപ്റ്റർ അടക്കാം. കോൺഗ്രസിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി തിരിച്ചുവരവിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരൊക്കെയാണ് പിന്തുണക്കുന്നത്? ചെറിയ നേതാക്കളൊന്നുമല്ല. കെ.സി. വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ നേതാക്കൾ, യുവജന നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്തുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്താണ് VD സതീശനെ ഒഴിവാക്കി കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിൽ ചേർന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അങ്ങനെ ആരോപണം ഉയർന്നു വന്നതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ രംഗത്തിറങ്ങി. നമ്മുടെ മുന്നിലുണ്ട് തെളിവ്. പാലക്കാട് മണ്ഡലത്തിൽ ഇറക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യ യോഗം ചേർന്നത് ഷാഫി പറമ്പിലായിരുന്നു. വീട്ടിലായിരുന്നു ഒരു മാസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ. പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ചു. അതിന് വലിയ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി. പാലക്കാട് എത്തുന്നു. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരുടെ മരണം, വായനശാലകളിൽ ചെറിയ ചെറിയ പരിപാടികൾ, കോൺഗ്രസിൻ്റെ ചെറിയ മീറ്റിങ്ങുകൾ ഒക്കെ പങ്കെടുക്കുക. അങ്ങനെ എതിർപ്പ് കുറച്ച് കൊണ്ടുവന്ന് പിന്നീട് മണ്ഡലത്തിൽ സജീവമാകുക. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അതുപോലെ സംഭവിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കോൺഗ്രസിൽ. അതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പല്ലവി പരാതിയില്ലല്ലോ എന്നാണ്. ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. പോലീസിന് ആരും ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ലല്ലോ. അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ഈ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു മൊഴി, ഒരു പരാതി കൊടുക്കാമല്ലോ അന്വേഷണ സംഘത്തിന് മുൻപിൽ. അത് ആരും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളമുണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് VD സതീശൻ. അദ്ദേഹം ചുവടുമാറ്റി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാകും എന്നും. എന്നാൽ രമേശ് ചെന്നിത്തല വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇപ്പോഴും അദ്ദേഹം അത് തുടരുകയും ചെയ്യുന്നു. അദ്ദേഹം നിലപാട് മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സമ്പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടൻ സജീവമായി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുവാനും അടുത്ത തവണ പാലക്കാട് വീണ്ടും മത്സരിക്കാനും തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് പെൺകുട്ടി പരാതിയുമായി വരുന്നത്. ഞാൻ പീഡനം അനുഭവിച്ച്, മാനസിക സംഘർഷം അനുഭവിച്ച്, അസുഖങ്ങളെ നേരിട്ട് വീട്ടിലിരിക്കുമ്പോൾ താങ്കൾ, എന്നെ ഈ നിലയിലാക്കിയ താങ്കൾ സുഖമായി നാട്ടിൽ കറങ്ങി നടക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകുന്നു, പറ്റില്ല, വിടില്ല എന്ന നിലപാടിലേക്ക് പെൺകുട്ടി വന്നിരിക്കുന്നു. ശരിയായ നിലപാട്. ഇത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. വൈകിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയെങ്കിലും സജീവമായി തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ വൈകിയത് കൊണ്ട് ഒരു ഗുണവും കൂടി ഉണ്ടായി. കോൺഗ്രസ് നേതാക്കളുടെ മുഖം, അവിടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് തിരിച്ചറിയാനും കൂടി കഴിഞ്ഞു എന്നതും വലിയ കാര്യം തന്നെയാണ്. മലയാളികൾക്ക് മുന്നിൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടു എന്നതും വലിയ കാര്യം തന്നെയാണ്. എന്തായാലും പരാതി നൽകാൻ പെൺകുട്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ്, അന്വേഷണ സംഘം മുന്നോട്ട് പോയാൽ അടുത്തു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും എന്ന കാര്യം സംശയമേയില്ല. കാരണം
അത്രയും ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. MLA ആണ്, ജനപ്രതിനിധിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികളെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പെൺകുട്ടികളും പരാതി നൽകിയാൽ ഒരു സംശയവും വേണ്ട, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലഴികൾക്ക് ഉള്ളിൽ കിടക്കേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി.